ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ എടുക്കുന്നത് ചാപ്റ്റർ 1 +2 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എന്തായിരിക്കാം ഒരു മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ നേടുന്നത്, അതെല്ലാം മാനേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് രണ്ടായി തിരിക്കാം: ഫലപ്രാപ്തിയും കാര്യക്ഷമതയും. ഫലപ്രാപ്തി, കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഒരു ഉദാഹരണത്തിന് രണ്ട് ജോലികൾക്ക് ആൾക്കാർ നിർമ്മിച്ചു. സ്ഥാപനത്തിൽ ജോലി ചെയ്തു അല്ലേ അവർ. അതിൽ ആദ്യത്തെ ആൾ സാധനങ്ങൾ ഒന്നും നശിപ്പിക്കാതെ 100 യൂണിറ്റ് ഉൽപ്പാദിക്കുന്നു അല്ലേ. രണ്ടാമത്തെ ആൾ സാധനങ്ങൾ കുറച്ചാകെ നശിപ്പിച്ച് 120 യൂണിറ്റ് ഉൽപ്പാദിക്കുന്നു. ഇതിൽ ആദ്യത്തെ ആൾ കാര്യക്ഷമതയും രണ്ടാമത്തെ ആൾ ഫലപ്രാപ്തിയും ഉള്ളവനുമാകുന്നു. അപ്പോൾ ആര് കാര്യക്ഷമത ഇവരിൽ ആയിരിക്കും? ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുറഞ്ഞ ചിലവിൽ സാധനങ്ങൾ ഒന്നും നശിപ്പിക്കാതെ വ്യക്തമായി ജോലി തീർക്കുന്ന പ്രക്രിയയാണ് അല്ലേ. അവരായിരിക്കും കാര്യക്ഷമത. അപ്പോൾ ആദ്യത്തെ ആൾ ആരാണ്? കുറഞ്ഞ ചിലവിൽ സാധനങ്ങളൊന്നും നശിപ്പിക്കാതെ വ്യക്തമായി ജോലി ചെയ്യുന്നവർ അല്ലേ. എന്നാൽ രണ്ടാമത്തെ ആൾ എന്താണ്? ഫലപ്രാപ്തിയാണ് അല്ലേ. ഇതിൽ പറയുന്നത് ജോലി തീർക്കുന്ന പ്രക്രിയയാണ്, പെട്ടെന്ന് തീർത്ത് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അപ്പം ഫലപ്രാപ്തി എന്ന് പറയുമ്പോൾ ഇത് ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു അവസാന പ്രക്രിയയാണ്. കാര്യക്ഷമത പറഞ്ഞാലോ, ഇതിൽ പറയുന്നത് പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി സാധനങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാര്യക്ഷമതയിൽ എങ്ങനെയായിരിക്കാം? ലക്ഷ്യമിടുന്നത് കുറഞ്ഞ ചിലവിലാണ്. എന്നാൽ ഫലപ്രാപ്തിയിലാണെങ്കിലോ, ഫലപ്രാപ്തി ലക്ഷ്യമിടുന്നത് കുറഞ്ഞ സമയത്തിൽ പരമാവധി സാധനങ്ങൾ നിർമ്മിക്കുന്നതാണ് അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തായിരിക്കാം? ഒരു മാനേജ്മെൻറ്റിൻ്റെ സവിശേഷതകൾ: മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യാധിഷ്ഠിത പ്രക്രിയയാണ് അല്ലേ. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ലക്ഷ്യമാണ് അല്ലേ, നമ്മളുടെ പ്രക്രിയയാണ് അല്ലേ. മാനേജ്മെൻറ്റ് എപ്പോഴും പരിശ്രമിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടുന്നതിനാണ് അല്ലേ. ഒരു സ്ഥാപനത്തിന് ലക്ഷ്യം നേടുന്നതിന് എന്ത് വേണം? മാനേജ്മെൻറ്റ് വേണം. മാനേജ്മെൻറ്റ് സർവ്വവ്യാപിയാണ്. എല്ലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനു വേണ്ടി വരുന്ന അത്യാവശ്യ ഘടകമാണ് അല്ലേ. എല്ലാ സ്ഥാപനത്തിനും മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയൊന്നും എന്താവില്ല, ശരിയാവില്ല അല്ലേ. അപ്പോൾ അതെന്താണ്? ഒരു അത്യാവശ്യ ഘടകമാണ്. മാനേജ്മെൻറ്റ് ഒരു ബഹുമുഖമാണ് അല്ലേ. മാനേജ്മെൻറ്റാണ് ജോലി ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഉണ്ട് അല്ലേ. ജോലി ചെയ്യുമ്പോഴും എന്ത് വേണം? ഒരു മാനേജ്മെൻറ്റ് വേണം. എല്ലാ സ്ഥാപനങ്ങളും ഓരോ ജോലികളിൽ ഏർപ്പെടുന്നു അല്ലേ. ഓരോ സ്ഥാപനങ്ങളും എന്താണ്? ഓരോ ജോലികളായി ഏർപ്പെടുന്നു. അതായത് പഠന പ്രവർത്തനത്തിന് സ്കൂളും, സാധനം നിർമ്മിക്കുന്നതിന് ഫാക്ടറിയും, പരിപാലന പ്രവർത്തനത്തിന് ആശുപത്രിയും ഉൾക്കൊള്ളുന്നു. വ്യക്തികളെ മാനേജ്മെൻറ്റ് ചെയ്യുന്നു. ഇതിൽ മനുഷ്യവിഭവങ്ങൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നു. പ്രവർത്തനം മാനേജ്മെൻറ്റ് ചെയ്യുന്നു. ഇതിൽ വിഭവങ്ങൾ എല്ലാം കൂടി പ്രവർത്തന മാനേജ്മെൻറ്റ് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടി ചെയ്യുന്ന ഒരു ഉൽപാദനമാകുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് അല്ലേ. മാനേജ്മെൻറ്റ് ഒരു തുടർച്ചയായ പ്രക്രിയയാണ് അല്ലേ. മാനേജ്മെൻറ്റ് എന്താ? ഒരു തുടർച്ചയെന്നും നമുക്ക് നിലനിൽക്കുന്ന ഒരു കടമയാണ് എന്ത്? മാനേജ്മെൻറ്റ് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. മാനേജ്മെൻറ്റ് അറിയാലേ, നമുക്കൊരു കൂട്ടായ്മയുള്ള ഒരു പ്രവർത്തനമാണ്
ഒരു മാനേജ്മെൻറ്റ് ഒരു ചലനാത്മക പ്രവൃത്തിയായി. മാനേജ്മെൻറ്റ് എന്തുണ്ട്, തത്വങ്ങൾ ഒരിക്കലും സ്ഥിരമായി നിൽക്കില്ല അല്ലേ. അപ്പോൾ പലതുമാണ് അല്ലേ. അപ്പോൾ പ്ലാനിങ്, നമുക്ക് പ്ലാൻ ചെയ്യാൻ അല്ലേ, ഒരു സ്ഥാപനത്തിന് എങ്ങനെയൊക്കെ നിർമ്മിക്കുന്നു, അതുപോലെ അതിനെന്തില്ല, തത്വങ്ങൾ ഒരിക്കലും സ്ഥിരമായി നിലനിൽക്കില്ല അല്ലേ. എപ്പോഴും അതെന്താ, മാറിക്കൊണ്ടിരിക്കുന്നു. മാനേജ്മെൻറ്റ് ഒരു ആദർശ ശക്തിയാണ്. മാനേജ്മെൻറ്റ് എന്താ, ഓരോ സ്ഥാപനങ്ങളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു അവരുടെ ലക്ഷ്യം നോക്കിയിട്ടാണ് അവരുടെ ശക്തി ഉണ്ടാവും അല്ലേ. അവിടെ അവിടെ നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അടുത്തത് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ. എന്തായിരിക്കാം ഒരു മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ? സ്ഥാപന ലക്ഷ്യങ്ങളുണ്ട് അല്ലേ, സാമൂഹിക ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ വ്യക്തിഗത ലക്ഷ്യങ്ങൾ, സ്ഥാപന ലക്ഷ്യങ്ങൾ അല്ലേ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ. സ്ഥാപനത്തിന് വേണ്ടി മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന ലക്ഷ്യങ്ങളെയാണ് സ്ഥാപന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സ്ഥാപനത്തിന് വേണ്ടി അല്ലേ, സ്ഥാപനത്തിന് വേണ്ടി മാനേജ് ചെയ്യപ്പെട്ടു അവരെന്ത് പറയും, സ്ഥാപന ലക്ഷ്യങ്ങൾ എന്ന് പറയും. സാമൂഹിക ലക്ഷ്യങ്ങൾ, ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ മുന്നിൽ കൊണ്ടാണ് പരമാവധി ലാഭം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ സാമൂഹിക ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിന് അല്ലേ. ബിസിനസ് എന്താ, സമൂഹത്തിന് പ്രവർത്തനം ചെയ്യുകയാണ് അല്ലേ. കണ്ടുകൊണ്ടാണ് പരമാവധി അവരെന്ത് ഉണ്ടാക്കും, പ്രോഫിറ്റ്. അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്ത് എന്ത് കിട്ടണം, ലാഭം കിട്ടണം അല്ലേ. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, ബിസിനസ് ചെയ്യേണ്ടത്. വ്യക്തിഗത ലക്ഷ്യങ്ങൾ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വ്യക്തിഗതമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് മാനേജ്മെൻറ്റിന് ഉണ്ടാവണം. അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അത് നിറവേറ്റാനുള്ളൊരു കഴിവും ഒരു ഉത്സാഹവും എന്താർക്ക് വേണം, ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരാൾക്ക് വേണം. എന്തായിരിക്കാം ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം? കൂട്ടായ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു. കൂട്ടായ്മ അല്ലേ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്, പല കൂട്ടായ്മകളുണ്ട് അല്ലേ. അവർക്ക് എന്ത് വേണം, ലക്ഷ്യം നിറവേറ്റണം. എന്തും കൊണ്ട്, മാനേജ്മെൻറ്റും കൊണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി സ്ഥാപനത്തിലെ എല്ലാ ആൾക്കാരും മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തിഗത ലക്ഷ്യങ്ങൾ കൂട്ടായ ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകണം. കാര്യക്ഷമത വർദ്ധിക്കുന്നു. കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് ലക്ഷ്യം നിറവേറ്റുന്ന മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. അപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, പെട്ടെന്ന് മാനേജ്മെൻറ്റ് ചെയ്യണം. അപ്പം കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് ലക്ഷ്യം നിറവേറ്റുന്നതിന് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ചലനാത്മക സ്ഥാപനം സൃഷ്ടിക്കുന്നു. ആവശ്യമെങ്കിൽ സ്ഥാപനത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അത്യാവശ്യ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പം സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലേ. അപ്പം അതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അവിടെ നമുക്കൊരു മാനേജ്മെൻറ്റ് കൊടുക്കാവുന്ന, അതായത് ഒരു വ്യത്യസ്തമായ മാനേജ്മെൻറ്റ് കൊടുക്കാം. സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നു. അപ്പം മാനേജ്മെൻറ്റ് ഒരു സമൂഹത്തെ എങ്ങനെയൊക്കെ വിജയിപ്പിക്കാം, അതുപോലെ നമുക്ക് മാനേജ്മെൻറ്റും അതിൽ എങ്ങനെയൊക്കെ നമുക്ക് വികസിപ്പിക്കാം, നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാം. മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം. മാനേജ്മെൻറ്റ് ഒരു കലയാണ് അല്ലേ. ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ആവശ്യമായ അറിവും വ്യക്തിപരമായ കഴിവും ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് കല. എന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ്മെൻറ്റിൽ വേണം, ഒരു അറിവ് വേണം, അതുപോലെ തന്നെ കഴിവും വേണം. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു കലയാണ്. മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രവുമാണ് അല്ലേ. മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രവുമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ചിട്ടയായ അറിവാണ് അല്ലേ. അപ്പം സ്ഥാപനത്തിൽ നമുക്ക്
ഒരറിവ് നേടാനുണ്ട്. അപ്പോൾ ആ അറിവാണ് എന്ത്, അറിവിന് പറയുന്ന സ്ഥാപനം അല്ലേ. നമുക്കെന്താ അറിവ് വേണമല്ലേ സ്ഥാപനത്തിലേക്ക്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ. അപ്പോൾ ഇത് യുക്തിപരമായി നിരീക്ഷിച്ച് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ചിട്ടയായ അറിവ് വേണം അല്ലേ. കരുണവും ഫലവും തമ്മിലുള്ള ബന്ധവും വേണം അല്ലേ. മാനേജ്മെൻറ്റ് എന്താ ഒരു തൊഴിലാണ്. മാനേജ്മെൻറ്റ് എന്താ നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടിലും നമ്മളെ സമൂഹത്തിലും നമ്മളെ ജോലി ഇടയ്ക്കിലൊക്കെ എന്തുണ്ട്, ഒരു തൊഴിൽ തന്നെയാണ് അല്ലേ. തൊഴിൽ എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. തൊഴിലെന്താ ഒരു ജോലി തന്നെയാണ് അല്ലേ. അതിൽ പ്രത്യേക അറിവും പരിശീലനവും വേണം. നമുക്ക് അതിനായിട്ടുള്ള എന്ത് വേണം, ഒരു പ്രത്യേകമായിട്ടുള്ള അറിവും അതിനനുസരിച്ചുള്ള പരിശീലനവും നമുക്ക് മുന്നേ തന്നെ വേണം. അതിലേക്കുള്ള പ്രവേശനം ചില പ്രതിനിധികൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തമായ നിർവചനത്തിലുള്ള അറിവ്. അതെന്തായി വ്യക്തമായ നിർവചനത്തിലുള്ള അറിവ്? മാനേജ്മെൻറ്റിനെ വ്യക്തത വികസിപ്പിച്ച് എടുത്തത് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അറിവ് എന്താണ്, കുറച്ചുകൂടി വികസിപ്പിച്ചു. പ്രവേശന നിയന്ത്രണം. മാനേജ്മെൻറ്റിന് ആവശ്യമായ ഔപചാരിക വിദ്യാഭ്യാസമോ പരിശീലനമോ കൊടുക്കുന്നത് ഔപചാരികമായ തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളായ സർവകലാശാല, തൊഴിൽ സ്ഥാപനം, ICI അല്ലേ, IMI ഇങ്ങനെ ഓരോ പ്രവർത്തന നിയന്ത്രണമാണ് അല്ലേ. അവിടേക്ക് എന്തുണ്ട്, മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാനല്ലേ അത്യാവശ്യമായ ഔപചാരിക വിദ്യാഭ്യാസവും ഒക്കെ എന്തിൽ വേണം, മാനേജ്മെൻറ്റിൽ വേണം. പിന്നെ മാനേജ്മെൻറ്റ് വിവിധ തലങ്ങൾ. ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റും പദവികൾ തരം തിരിച്ചു വെച്ചിരിക്കുന്നതിനെയാണ് അല്ലേ. ഒരു സ്ഥാപനം അല്ലേ, അതിനെന്താണ് പലതരം പദവികളുണ്ട്, തിരിച്ചു വെച്ചിരിക്കുന്നതിനാണ് മാനേജ്മെൻറ്റ് വിവിധ തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ഉന്നതതല മാനേജ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മധ്യതല മാനേജ്മെൻറ്റ് ഉണ്ട്, കീഴ്തല മാനേജ്മെൻറ്റ് ഉണ്ട് അല്ലേ. അതായത് നമുക്ക് ഏറ്റവും വലുതുണ്ടാവുക അല്ലേ, അതിലും ചെറുതുണ്ടാവുക, അതിലേറെ ചെറുതും മാനേജ്മെൻറ്റ് നമുക്ക് ഉണ്ടാവും അല്ലേ. ഉന്നതതല മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉന്നത മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലോ അല്ലെങ്കിൽ ഭരണ വിഭവത്തിൽ ഉള്ള മാനേജ്മെൻറ്റ്, അതായത് ഉയർന്നത് അല്ലേ. അതായത് മാനേജിങ് ഡയറക്ടർ, ജനറൽ മാനേജർ, പ്രസിഡൻറ്റ് അല്ലേ, ഇവരൊക്കെ എന്താണ് ഉയർന്നവരാണ് അല്ലേ. മധ്യകാല മാനേജ്മെൻറ്റ്, അത് മധ്യതല മാനേജ്മെൻറ്റ്, അതായത് സെക്കൻഡ് പൊസിഷൻ, അതായിരിക്കാം വിവിധ വകുപ്പുകൾ. പിന്നെ ഇവർ ഉത്തരവുകളും നിർദ്ദേശങ്ങൾ ഉന്നതതല മാനേജ്മെൻറ്റിന് സ്വീകരിക്കുകയും അത് കീഴ് ജീവിക്കുകയും പറയുന്നു. ഈ മേഖലയിലുള്ള ആൾക്കാർ ഉൽപാദന മാനേജർ, ധനകാര്യ മാനേജർ എന്നിവരാണ്. ധനകാര്യത്തിലും അതുപോലെ തന്നെ ഉൽപാദന മാനേജർ എന്നൊക്കെ അല്ലേ, ഉൽപ്പാദിക്കുന്നവർ, ഇവരൊക്കെ എന്താണ് ധനകാര്യം, അതായത് ധനകാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്നവർ, ഇവരൊക്കെ എന്താണ് മധ്യതല മാനേജ്മെൻറ്റ് അല്ലേ. പിന്നെന്താണ് കീഴ്തല മാനേജ്മെൻറ്റ്, അവരായിരിക്കും ഏറ്റവും ലാസ്റ്റാണ് കീഴ്തല മാനേജ്മെൻറ്റ്. ഇവരാണ് തൊഴിലാളികൾ അല്ലേ. തൊഴിലാളികൾ ആരാണ്, ഏറ്റവും ലാസ്റ്റ് വരുന്നവരാണ് കീഴ്തല മാനേജ്മെൻറ്റ്. അപ്പോൾ കീഴ്തല മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദൈനംദിന പ്രവർത്തനമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നും എന്താണ് അവർക്കൊരു പ്രവർത്തനമുണ്ടാവും. ഉൽപാദന തൊഴിലാളികളുമായി നല്ല വ്യക്തമായ ബന്ധം സൃഷ്ടിക്കുന്നു. അവർ തമ്മിൽ എന്താണ് നല്ലൊരു ബന്ധവും സൃഷ്ടിക്കുന്നു അല്ലേ. മാനേജിൻ്റെ പ്രവർത്തനങ്ങൾ എന്താവാം, മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം, പിന്നെ സംഘാടനം, ഉദ്യോഗവത്കരണം,
നിർദ്ദേശം, നിയന്ത്രണം. ഇവയെല്ലാം എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്താ? ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്ന വിവിധ കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്തൊക്കെ ചെയ്യുന്നു അവരൊക്കെ എന്താക്കാം? പ്രവർത്തനങ്ങളാക്കാം അല്ലേ. ആസൂത്രണം അല്ലേ. ആസൂത്രണം എന്ന് പറയുന്നത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും ആര് ചെയ്യണമെന്നും നേരത്തെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമൊക്കെ തീരുമാനിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ആസൂത്രണം. സംഘാടനം പറഞ്ഞാൽ എന്താ? ഓരോ പ്രവൃത്തികൾ കണ്ടെത്തി തരംതിരിക്കുകയും അത് ഓരോ വിഭാഗത്തിലും കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് സംഘടനം. ഉദ്യോഗീകരണം. എന്തായിരിക്കും ഉദ്യോഗീകരണം? ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ കണ്ടെത്തലത്തിന് വേണ്ടി നടത്തുന്ന പരസ്യം ചെയ്യൽ. അപ്പം നമുക്ക് നമ്മളുടെ സ്ഥാപനം പരസ്യം ചെയ്യണം. അവരെന്താണ് പറയുക? ഉദ്യോഗീകരണം അല്ലേ. പരസ്യം ചെയ്യണം. നമുക്ക് പരസ്യം ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ നമുക്കൊരു വലിയ പ്രോഫിറ്റ്, അതായത് ലാഭം ഉണ്ടാക്കാം. നിർദ്ദേശം. എന്താ ഈ നിർദ്ദേശം? ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപന ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു വേണ്ടി തൊഴിലാളികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും കൊടുക്കുന്ന പ്രക്രിയയാണ് അല്ലേ. നിർദ്ദേശം പറഞ്ഞ സ്ഥാപന ലക്ഷ്യം. നമുക്ക് സ്ഥാപനത്തിൽ എന്തൊക്കെ ലക്ഷ്യമുണ്ടോ അതെല്ലാം നിറവേറ്റി തൊഴിലാളികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രചോദനം കൊടുക്കുന്ന പ്രക്രിയയാണെന്ത്? നിർദ്ദേശം. നിയന്ത്രണം. എന്തായിരിക്കാം നിയന്ത്രണം? ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന തീരുമാനിക നിലവിലുള്ള പ്രകടനങ്ങൾ നോക്കുക അല്ലേ. നിലവിലുള്ള പ്രകടനങ്ങൾ നോക്കുക. അതുപോലെ നിലവിലുള്ള പ്രകടനവും തമ്മിൽ താരതമ്യം ചെയ്യുന്ന എന്നിട്ടും എവിടെയോ വീഴ്ച പറ്റിയത് അവിടെ ശരിയായി നടപടിയെടുക്കുക. അപ്പോൾ എവിടേക്കോ ആണോ വീഴ്ച പറ്റിക്കുക അവിടേക്ക് എന്ത് വേണം? ശരിയായി നടപടി എടുക്കണം. ഏകീകരണം മാനേജ്മെൻറ്റിൻ്റെ സാരം അല്ലേ. ഏകീകരണം പറഞ്ഞാൽ എന്തായിരിക്കാം? സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി സ്ഥാപനത്തിലെ വിവിധ വിഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ സംയോജിക്കുന്ന പ്രക്രിയയാണ്. അതായത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും അവരൊക്കെ എങ്ങനെ വേണം സംയോജിക്കുകയോ അങ്ങനെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അവരെന്താ പറയുക? മാനേജ്മെൻറ്റിൻ്റെ സാരം എന്ന് പറയാം. ഏകീകരണത്തിൻ്റെ സ്വഭാവം, അതായത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏകീകരണം മാനേജ്മെൻറ്റിൻ്റെ സാരം എന്ന് പറയാം. ഏകീകരണത്തിൻ്റെ സ്വഭാവം, സവിശേഷതകൾ, പ്രത്യേകതകൾ അവ എന്തൊക്കെയായിരിക്കാം? ഏകീകരണം കൂട്ടായ്മ പരിശ്രമത്തിൻ്റെ സംയോജകമാണ്. അപ്പോൾ ഏകീകരണം കൂട്ടായ പരിശ്രമത്തിന് എന്താണ്? സംയോജകമാണ്. കൂട്ടായ പരിശ്രമത്തിന് ഏകീകരണം ആവശ്യമാണ് അല്ലേ. കൂട്ടായി നടക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം? ഏകീകരണം ആവശ്യമാണ്. കൂട്ടായ പരിശ്രമങ്ങളെല്ലാം ചേരുന്ന സ്ഥാപന ലക്ഷ്യം അപ്പോൾ ഒരുമിച്ച് കൂട്ടുന്ന നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്യും അല്ലേ. അവരെ എന്താണ്? അവരുടെ ലക്ഷ്യവും അവരുടെ ലാഭവും നമുക്ക് നിറവേറ്റാം. ഏകീകരണം സർവ്വവ്യാപകമായ ഒരു പ്രവർത്തനമാണ്. ഏകീകരണം എന്താണ്? സ്ഥാപനത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും എല്ലാ മേഖലകളിലുമുള്ള മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്ത് വേണം? മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. ഏകീകരണ പ്രവർത്തനം ഐക്യം ഉറപ്പുവരുത്തുന്നു. പല വിഭാഗങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു സ്ഥാപന ലക്ഷ്യം നിറവേറ്റുന്നു. പല വിഭാഗങ്ങളിലും പ്രവർത്തനത്തിലും ഏകീകൃത സ്ഥാപനം ലക്ഷ്യം നിറവേറ്റുന്നു പറഞ്ഞതല്ലേ. ഏകീകരണം ഒരു ബോധപൂർവമായ പ്രവർത്തനമാണ് അല്ലേ. അപ്പോൾ ഒരു ബോധത്തിലൊക്കെ എന്ത് വേണം? നമുക്കൊരു പ്രവർത്തനമാണ് അല്ലേ.
മാനേജ്മെൻറ്റ് അല്ലേ. ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റുമാരാണ് എല്ലാ ആൾക്കാരുടെയും പരിശ്രമങ്ങൾ ബോധപൂർവമായി ഏകീകരിച്ചു കൊണ്ടുപോകുന്നത് അല്ലേ. എന്താകാം ഒരു ഏകീകരണത്തിൻ്റെ പ്രാധാന്യങ്ങൾ? ഇപ്പം ഇത്രയും പഠിച്ചത് ഏകീകരണത്തിൻ്റെ സവിശേഷത പ്രത്യേകതകളാണ് അല്ലേ. എന്തായിരിക്കാം പ്രാധാന്യങ്ങൾ? തത്വത്തിൽ ഏകത്വം. എന്താ ഈ തത്വത്തിൽ ഏകത്വം? ഒരു സ്ഥാപനത്തിൽ ധാരാളം തൊഴിലാളികളുണ്ട് അല്ലേ. അവർക്ക് പലതരം ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, സംസ്കാരങ്ങൾ എന്നിവയുണ്ട് അല്ലേ. ഏകീകരണം കൊണ്ട് മാത്രമേ എല്ലാം യോജിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അല്ലേ. പലതരം ആൾക്കാരുണ്ട്. അപ്പോൾ ആശയങ്ങളും പലതരം ആൾക്കാരുണ്ടാവുമ്പോൾ പല ആശയങ്ങളും പല കാഴ്ചപ്പാടും ആൾക്കാർക്കുണ്ടാവും. അവരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുകയുള്ളൂ അല്ലേ. എങ്ങനെ കൊണ്ടുവരാൻ? ഏകീകരണം കൊണ്ട് മാത്രമേ അവരെ യോജിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. സ്ഥാപനത്തിന് എന്ത് വേണം? വളർച്ച, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഒരു സ്ഥാപനം വലുതാവണമെങ്കിൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരിക്കും അല്ലേ. ഒരു സ്ഥാപനം വലുതാവുകയാണെങ്കിൽ എന്ത് വേണം? അവരുടെ ജോലി ചെയ്യുന്നത് രീതി വ്യവസ്ഥകളും ഒക്കെ എന്താണ്? ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ ലക്ഷ്യവും സംബോധിച്ചു കൊണ്ട് പോയാൽ മാത്രമേ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ അല്ലേ. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം എങ്ങനെ? നല്ല രീതിയിൽ പ്രവർത്തിക്കണം അല്ലേ. അപ്പോൾ അതിനെല്ലാം എന്ത് വേണം? ഒരു മാനേജ്മെൻറ്റ് വേണം.